Hi friends, welcome to Cindy Fish Diaries. ഹായ് ഫ്രണ്ട്സ്, സിന്ധുസ് ഫുഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് റവ ലഡു ആണ്. അപ്പോൾ വളരെ ഈസിയായി റവ ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെയും സിന്ധുസ് ഫുഡ് സ്റ്റോറീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റായി ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ സ്വീറ്റ് ആൻഡ് ടേസ്റ്റി റവ ലഡു ഉണ്ടാക്കാനായി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. 3/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ട് നുറുക്കിയത് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. റവ ലഡു ഉണ്ടാക്കാനായി നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ്, ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല. നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉരുകി വരുമ്പോഴേക്കും നമ്മളിവിടെ നുറുക്കി വെച്ചിരുന്ന കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇഷ്ടമാണെങ്കിൽ ഒരല്പം ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാമെന്നാണ്. കാഷ്നട്ടൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി കാഷ്നട്ട് മാറ്റിയെടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടിൻ്റെ പൊടിയെല്ലാം മാറ്റിയതിന് ശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിരുന്ന 1 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. റവ നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 5 to 7 മിനിറ്റ് വരെ. കളറ് ചേഞ്ച് ആവാൻ പാടില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു നൈറ്റ് ടൈമിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളറ് തോന്നുന്നത്. കളറ് ചേഞ്ച് ആവാതെ തന്നെ നമ്മൾ നന്നായിട്ട് റവ റോസ്റ്റ് ചെയ്തെടുക്കണം. റവ നന്നായിട്ട് റോസ്റ്റായി നല്ലൊരു മണം വരും. ആ സമയത്ത് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന 3/4 കപ്പ് തേങ്ങ ചിരവിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങയും മൂത്ത് പോകാൻ പാടില്ല. അതിലെ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ മാറുന്നിടം വരെ തേങ്ങയും റവയും കൂടെ ഒരുമിച്ചിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരുന്ന 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാര എല്ലാം അലിഞ്ഞു പോകും. അടുത്തതായിട്ട് നമ്മളിവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് വേറെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. റോസ്റ്റ് ചെയ്ത റവ നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാനിൽ തന്നെ വെച്ചിരുന്നാൽ ഓവറായിട്ട് അത് റോസ്റ്റ് ആയി പോകും. അപ്പോൾ ഇതൊരു ചെറിയ ചൂടോടുകൂടി തന്നെ വേണം നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന അത്രയും ചൂട്. അടുത്തായിട്ട് നമ്മളിവിടെ മാറ്റി വെച്ചിരുന്ന 1/2 കപ്പ് പാൽ ഇവിടെ നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പാല് ചെറു ചൂടോട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാലെല്ലാം കൂടി ഒഴിക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കണക്കിൽ ഏകദേശം 1/4 കപ്പിനടുത്ത് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാലിൻ്റെ അംശം കുറവാണെന്ന് തോന്നി അല്പം കൂടി മാത്രം ഒന്ന് തളിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം ഇങ്ങനെ ലഡു പോലെ നമുക്ക് കയ്യിൽ വെച്ച് നന്നായി പ്രസ് ചെയ്ത് ഇങ്ങനെ ഉണ്ടയാക്കി എടുക്കണം. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പിൽ നമുക്ക് എല്ലാം ഓരോ ലഡുവും നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ചെറു ചൂടോടെ തന്നെ നമ്മൾ എല്ലാം ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലഡു നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ലഡു പോലെ തന്നെ നല്ല കട്ടിയായിട്ട് നല്ല ടേസ്റ്റി ലഡു ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസിയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you.